അലൈക്കും വറഹ്മത്തുള്ളാ. സാദിഖ് അലി വൈപ്പി, വെസ്റ്റ് പത്തനാപുരം. മുജാഹിദുകളുടെ ലൈനും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് വല്ല അഭിപ്രായം പറയാനില്ല. അത് തന്നെ പോട്ടെ. എനിക്ക് ഇവിടെ വളരെ ലളിതമായി ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം, ഇസ്ലാമിന്റെ മുഖമുദ്രയായിട്ട് കണ്ടുപോരുന്ന മനുഷ്യർക്ക് ഗുണങ്ങൾ ചെയ്യുന്ന, ദൂർത്ത് ഒഴിവാക്കുന്ന രീതിയിലുള്ള എളിമയായ ജീവിതം നയിച്ചുകൊണ്ട് മാത്രമേ സ്വർഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് നമ്മൾ. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? നമ്മളെ അടിയിലുള്ള എല്ലാ ആൾക്കാരും വലിയ വലിയ മണിമാളികൾ പണിയതുകൊണ്ട് 2 or 3 കുട്ടികൾക്ക് മാത്രം, കുടുംബത്തിന് മാത്രം ജീവിക്കാൻ 8 or 10 റൂമുകളും 5 or 6 ബാത്റൂമുകളും വെച്ച് പണം ദൂർത്തടിക്കുന്ന സമുദായത്തിന്റെ വക്താക്കളായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സംഗതിക്ക് ഇനി മേലിലെങ്കിലും ഇത്തരം പ്രവണതകൾ ഉണ്ടാകരുതെന്ന് കണിശമായിട്ട് ഈ സമുദായത്തിനോട് പറയാനും നടപ്പിലാക്കാനും മൗലവിക്ക് കഴിയുമോ എന്നുള്ളത് എനിക്ക് ഇതിലൊന്ന് വ്യക്തമാക്കി തരണം. ചോദ്യം ഇത് തന്നെയാണ് എന്റെ ചോദ്യം. ഇത് എനിക്ക് ആക്കി തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അൽഹംദുലില്ലാഹ്, ഇത് നല്ലൊരു ഉപദേശമാണ്, ചോദ്യമല്ല. നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. എല്ലാ അർത്ഥത്തിലും, വീടിലും വാഹനത്തിലും വസ്ത്രത്തിലും എല്ലാത്തിലും കഴിവിന്റെ പരമാവധി ദൂർത്തൊഴിവാക്കി എളിമയിലേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അദ്ദേഹം ഓർമ്മിപ്പിച്ച വളരെ നല്ല കാര്യം. എല്ലാവരും അത് ഏറ്റെടുക്കുക. ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മനുഷ്യന്മാരോടുമുള്ള അദ്ദേഹത്തിന് ആത്മാർത്ഥമായ ഒരു മനസ്സിന്റെ ചിന്ത പങ്കുവെക്കലായി മാത്രം അതിനെ കാണുക. ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് എടുത്തു പറഞ്ഞ, ഒരുപാട് രംഗത്തെടുത്തു പറഞ്ഞ ഒന്നാണ് ദൂർത്തിനെ കുറിച്ച്. ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ് എന്ന് പോലും ഖുർആൻ പറയുന്നു. സ്വതക്ക ചെയ്യുന്നിടത്ത് പോലും അമിതമാകാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഏത് രംഗത്തും അതുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല ഒരു നിർദ്ദേശമായി നമ്മളെല്ലാവരും അത് സമൂഹത്തെ പഠിപ്പിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ.